ഹലോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇതുപോലെ ബസ്സിലുള്ള യാത്ര വെച്ചിട്ടാണ്. ആക്ച്വലി ഞാൻ എപ്പോഴും ചെയ്യാറ് എൻ്റെ വീഡിയോ തന്നെ സെൽഫ് ഇൻട്രോലായിട്ട് ഇടാറാണ്. പക്ഷേ അത് ഞാനൊന്ന് മാറ്റിപ്പിടിച്ചതല്ല, എടുക്കാൻ മറന്നതാണ് സത്യത്തിൽ. അപ്പോൾ എന്തായാലും ജേണി സ്റ്റാർട്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇച്ചിരി തിരക്ക് പിടിച്ചിറങ്ങിയൊരു ദിവസമായിരുന്നു ഇന്ന്. ഈ വീഡിയോയുടെ തമ്മിൽ കണ്ടതുപോലെ ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗാണ്. അപ്പം വേറെ ആരുതല്ല, എൻ്റെ സ്വന്തം കെട്ടിയവൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രിപ്പറേഷൻ വീഡിയോയും സെലിബ്രേഷനും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഡേ ഔട്ടൊക്കെയാണ് ഈ വ്ളോഗ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇപ്പം ഞാൻ ഈ ബസ്സും പിടിച്ച് പോകുന്നത് ഒരു കേക്ക് മേടിക്കാൻ. ആസ് യൂഷ്വലി നമ്മളിവിടെ എന്ത് സെലിബ്രേഷന് ഇപ്പം മേടിക്കുന്നത് എപ്പോഴും മാംഗോ കേക്കാണ്. അപ്പം ഈ ഞാൻ പോകുന്ന ലാറോക്ക എന്ന് പറയുന്ന അവിടുത്തെ കേക്ക് ഞാൻ ഇവിടുത്തെ ന്യൂ ഇയറിന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അർജു വരുന്നതിന് മുന്നേ ഉള്ള ന്യൂ ഇയറിൻ്റെ ടൈമായിരുന്നു ഞാനത് കഴിച്ച്. ഭയങ്കര സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് അർജു തന്നെ റിച്ചി ചേട്ടനോട് വിളിച്ച് പറഞ്ഞ് എനിക്കൊരു സർപ്രൈസൊക്കെ തന്നിട്ട് കിട്ടിയ കേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അത് റിച്ചി ചേട്ടനാണ് അത് എനിക്ക് ഓർഡർ ചെയ്ത് എത്തിച്ചത്. അപ്പോൾ ആ കേക്ക് കഴിച്ചപ്പോൾ മുതൽ എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ കാലത്തേക്ക് പിന്നെ മാംഗോ കേക്ക് തിന്നാൻ കിട്ടിയതിന് ശേഷം പിന്നെ എപ്പോഴും എല്ലാ സെലിബ്രേഷനും അതായിരുന്നു. അപ്പം ഞാൻ നേരെ ഇപ്പോൾ ഇത് മേടിക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല. അർജുൻ്റെ വിശ്വാസത്തിൽ ഇപ്പോഴും ഇന്നും മാംഗോ കേക്ക് മേടിക്കാനാണ് ഞാൻ പോകുന്നതെന്നുള്ളത് തന്നെയാണ്. കേക്ക് മേടിക്കുന്നത് എന്തായാലും അർജുൻ അറിയാം, ബാക്കി ഉള്ള പരിപാടികൾ മാത്രം അറിയത്തില്ല. അപ്പം ഞാനിവിടെ ലാറോക്കയിലെത്തി. അവിടെ എഴുതി കൊടുത്തു. അതിൻ്റെ അകത്ത് എന്ത് എഴുതണം എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പം ഞാനതിങ്ങനെ എഴുതി കൊടുത്ത് അപ്പം അതിന് ശേഷം അവരത് കേക്ക് അവിടെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ തന്നെ ഓൾറെഡി ഉണ്ട്, ഇതുപോലെ കേക്ക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിലേത് കേക്ക് വേണമെന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ബർത്ത്ഡേ എന്താണ് വിഷ് എഴുതേണ്ടതെന്ന് എഴുതി കൊടുത്താൽ അവരതുകൂടി എഴുതിയിട്ട് നമുക്ക് ആ കേക്ക് പാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ മേടിച്ചത് ഈ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അവിടെ വെറൈറ്റിയിൽ ഐറ്റംസ് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിലോട്ട് പോകുന്നത്. നല്ല ദൂരമുണ്ട് സ്കാർബറോന്ന്. ഞാൻ ബസ്സിൽ ഒരു 2 മണിക്കൂറെങ്കിലും അടുപ്പിച്ച് പോയിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് എത്തുന്നത്. നമ്മൾ കാറിലാണ് പോകുന്നതെങ്കിൽ എനിക്കൊന്നൊരു 3/4 മണിക്കൂർ വേണ്ട. ഇപ്പോൾ ട്രാഫിക്കൊക്കെ ആണെങ്കിൽ എന്തായാലും അത്രയും ടൈം കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷേ ഞാൻ അർജുനൊന്ന് ജോലിയുണ്ട്, പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഇത് പോയി മേടിച്ച് കൊണ്ടുവച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അർജുൻ അറിയില്ലല്ലോ, നമ്മൾ ആ സർപ്രൈസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പം ഞാൻ കേക്ക് മേടിച്ച് നേരെ വിട്ടത് STCയിലേക്കാണ്. ഇതിലൊരു ഗിഫ്റ്റ് കൂടി മേടിക്കാമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ നേരെ Urban Planet പോയി. അവിടെ നിന്ന് ഈ ഒരു ഞാൻ മറ്റേ ഫസ്റ്റ് സൈറ്റിൽ ലവ് എന്ന് പറയുന്ന പോലെ ഞാൻ നേരെ പോയി കണ്ടത് ഈ ഒരു ഷർട്ടും ഈ ഒരു ട്രൗസറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കൊന്ന് അവിടെ സ്പ്രിങ് കളക്ഷൻസ് സമ്മർ ആ ഒരു ഇതിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഓഫറിന് അതിനൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഇത് കണ്ട ആ ഒരു ഇതിൽ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് മേടിച്ച്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ടയേർഡായിരുന്നു. കാരണം ഒന്ന് കേക്ക് മേടിക്കാൻ ഈ 2 മണിക്കൂർ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടേക്കും എടുത്തു. അതിനുശേഷം കേക്ക് അലിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ ഈ ഗിഫ്റ്റും മേടിച്ചിട്ട് വേണം വീട്ടിലെത്താൻ. പിന്നെ വീട്ടിലെത്തി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നു. കാരണം ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ പിറ്റേ ദിവസത്തേക്ക് എല്ലാ ഡിഷസ് ഉണ്ടാക്കി കഴിയത്തുള്ളൂ. അപ്പം ഞാൻ ആക്ച്വലി 31 ഡിഷസാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം എല്ലാം കൂടി ഒരുമിച്ചങ്ങ് ചെയ്യാനുള്ളൊരിത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഏകദേശം ഇത് 24-ാം തീയതി വൈകുന്നേരത്തതാണ്. ഈ ഉച്ച മുതൽ വൈകുന്നേരത്ത് വരെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാത്രി 12 മണിക്ക് 25-നാണ് ബർത്ത്ഡേ, 25th ഏപ്രിലാണ് ബർത്ത്ഡേ. അപ്പം 12 മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യാം, ഗിഫ്റ്റ് കൊടുക്കാം എന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ ആ മേടിച്ച ഡ്രസ്സ് ഈ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഡെക്കറേഷൻ ചെയ്ത് കവറൊന്നും ചെയ്തില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ബോക്സിൻ്റെ അകത്ത് അങ്ങ് വെച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഗിഫ്റ്റ് ഞാൻ പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വലിച്ച് കീറി കളയാനുള്ളതാണല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നത്? അപ്പോൾ പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അർജുൻ എന്തായാലും ജോലി കഴിഞ്ഞെത്താൻ തന്നെ ഒരു 11:15 കഴിയും. അപ്പം അനു വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ജോലി കഴിഞ്ഞ് അവളും വന്നിട്ടുണ്ടായിരുന്നു.
സോ അവൾ ഇച്ചിരി കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്നെ. അതിന് ശേഷം ഞാൻ ഒരു 11:30 കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ട് നേരെ ഈ ഒരു ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കയറി. ഇത് പിന്നെ കോൺസ്റ്റൻ്റ്ലി എല്ലാ ഇയറിലേക്കും വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതുപോലെ ഈ സാധനം അവിടെ തന്നെയുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോ ബർത്ത്ഡേക്കും എടുത്ത് ഒട്ടിച്ച് വെക്കുക, വീണ്ടും എടുത്ത് അഴിച്ച് വെക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനിടയിൽ ബലൂൺ ഊതുന്ന പരിപാടി എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് അനുവിനെ ഞാൻ ഏൽപ്പിച്ചു. അനു അത് കൃത്യമായി നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് ഞങ്ങൾ അപ്പോഴേക്കും അർജു എത്തിയായിരുന്നു. പിന്നെ ഈ വക സാധനങ്ങളൊന്നും നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അത്ര ഇത് കൊടുത്തില്ല. കേക്കാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ റൂമിലടച്ച് പൂട്ടിയിട്ടിട്ടാണ് കേക്ക് എടുത്ത് കൊണ്ടുവച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ശരി ഇനി വാതിൽ തുറന്ന് വരണം എന്നുള്ളത്. കാരണം മാംഗോ കേക്ക് എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആൾക്ക് നമ്മൾ ഈ ലാറോക്കിലെ കേക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈപ്പ്. അതാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതുകൊണ്ട് വന്നത്. മറ്റേ കേക്കല്ലേ ഞാൻ പറഞ്ഞേ. എന്തോ അർജുന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു ഞാൻ ഈ കേക്ക് മേടിക്കാൻ എന്തെല്ലാം സാധ്യതയുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വിചാരിച്ച അത്ര എക്സ്പ്രഷൻ ഒന്നും വന്നില്ലെന്ന്. സ്വന്തമായി ക്യാൻഡിൽ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തിച്ചു തുടങ്ങിയതാണ്. പിന്നെ എന്നെക്കൊണ്ട് അത് കത്തിപ്പിച്ചു. ലാസ്റ്റ് നമ്മൾ മറ്റേ ടൈമിൽ 11:59 12 മണിയാവാൻ വേണ്ടി കാത്തിരുന്ന് അങ്ങനെ നമ്മൾ ഒരുമിച്ചൊന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യലും ഫോട്ടോ ഒക്കെ കഴിഞ്ഞപാടേക്ക് പിന്നെ അനു അത് ഏറ്റെടുത്തായിരുന്നു. അനുവിനെ കേക്ക് കട്ട് ചെയ്യണം, തിന്നണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കയറി ആ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമ്മളതിൻ്റെ ഒരു ട്രയലൊക്കെ എടുത്തു. പക്ഷെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതെ സംഭവിച്ചത് അനു ഗിഫ്റ്റ് കൊടുത്തപ്പോഴായിരുന്നു. എനിക്കൊന്ന് ആ ഒരു സാധനം ഈ കാറിൽ വെക്കുന്നത് ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ എന്തോ ഒരു കവറിങ്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. ആ ഒരു ഐറ്റമാണ് സാധനം കൊടുത്തേക്കുന്നത്. പക്ഷെ അതിൽ എന്തായാലും എൻ്റെ കെട്ടിയൻ വളരെ ഹാപ്പി ആയിരുന്നു. ഈ കാറിന് വേണ്ടുന്ന കുറേ സാധനങ്ങൾ എന്തൊക്കെയൊക്കെ മേടിക്കണം എന്നും പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒടുവിൽ ആ സാധനം കിട്ടി. എൻ്റെ കെട്ടിയൻ ഹാപ്പിയായി. പിന്നെ അതിൻ്റെ മെക്കാനിസമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പക്ഷെ അതിനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് അത് പിന്നെ നോക്കണം എന്നാണ് ഞങ്ങളുടെ ഒക്കെ ഇരുത്ത്. കാരണം ഞങ്ങൾക്ക് കേക്ക് തിന്നണമല്ലോ, എന്നിട്ട് വേണം കിടന്ന് ഉറങ്ങി രാവിലെ എണീച്ച് എനിക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി കുക്ക് ചെയ്യും. അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ കൊടുത്ത ഡ്രസ്സൊന്ന് പോയിട്ട് ഇട്ട് വെക്കാൻ പറഞ്ഞു. കാരണം ഞാൻ എൻ്റെ ഒരു ഇതിലങ്ങ് പോയി എടുത്തത്. എത്രത്തോളം പെർഫെക്റ്റ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. എല്ലാം പെർഫെക്റ്റ്ലി ഫിറ്റായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് ആക്ച്വലി ഒരു പ്ലാൻ ഇട്ടു. ഒരു 31 ഡിഷസ് ഉണ്ടാക്കി കൊടുക്കാം 31st ബർത്ത്ഡേക്ക്. അപ്പം ഞാനിങ്ങനെ ഒരു 31 ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിക്കാൻ പോകണം. അപ്പോൾ പ്രിപ്പറേഷൻ ടൈമും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വരാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ കാണിച്ചു തരാം ഉണ്ടാക്കിയതൊക്കെ. ബാക്കി വിളമ്പുമ്പോൾ ഓരോന്നോരോന്നിട്ട് പറഞ്ഞുതരാം. സോ ഞാൻ ഡിഷസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് ചോറ്, ചിക്കൻ കറി, സാമ്പാർ, അപ്പം, പിന്നെ മട്ടൻ കറിയുണ്ട്. ബാക്കി ഇവിടെ വെച്ചേക്കുക. കൂട്ടറി, പച്ചടി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ചിക്കൻ ഫ്രൈ, പൊറോട്ട, കാബേജ്, അടപ്പായസം, മുട്ട, ക്യാരറ്റ്, പപ്പടം, മോമോസ്. ഒരു നോൺ വെജ് പ്ലസ് വെജ് എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയത്. കംപ്ലീറ്റ് വെജല്ല, വെജ് ഐറ്റംസും നോൺ വെജ് ഐറ്റംസും കൂടിയിട്ട് ഒരു 31 ഐറ്റംസ്. അങ്ങനെ വലിയ വലിയ ഐറ്റംസ് ഒന്നുമല്ല, കുറച്ച് ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഒരു 31 ഡിഷ് എന്നുള്ള രീതിയിൽ ആക്കിയെടുത്തത്. ഇലയൊക്കെ സെറ്റ് ചെയ്തു. ഓരോന്നോരോന്ന് ഐറ്റംസൊക്കെ ഇങ്ങനെ വിളമ്പാൻ തുടങ്ങി. ഉപ്പ് വെച്ചു, 2 തരം അച്ചാർ, കൂട്ടറി, പച്ചടി, അവിയൽ, ക്യാബേജ്, പൈനാപ്പിൾ പച്ചടിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്.
പക്ഷെ അത് ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് വന്നായിരുന്നു. എനിക്ക് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ നോൺ വെജിൽ ചിക്കൻ ഫ്രൈ, ബീഫ് കറി, മട്ടൻ കറി, പിന്നെ സാമ്പാർ, സംഭാരം, രസം, 2 പായസം ഉണ്ടായിരുന്നു, പാലടയും സേമിയയും, പിന്നെ ഒരു ഐസ്ക്രീമും, പിന്നെ ഒരു ലഡു കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വെക്കാൻ ഞാൻ മറന്നുപോയി. അതവിടെ ബോക്സിൽ മേടിച്ചോണ്ട് വെച്ചതായിരുന്നു. ഇലയിൽ ഒന്നാമതേ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കണം എനിക്കത് വെക്കാനുള്ളത് ഞാൻ മറന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഡിഷസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതുകൊണ്ടാണെന്ന് അത് ഞാൻ വിട്ടുപോയത്. പക്ഷെ അത് പിന്നെ എടുത്ത് തിന്നായിരുന്നു. എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ഞാൻ ഇങ്ങനെ ഓരോന്ന് എടുക്കുന്ന വീഡിയോൻ്റെ ഇതിൽ അത് വെക്കാൻ ഫ്ലോയിൽ മറന്നുപോയി. ഞാൻ പിന്നെ പറയുന്നില്ല, തീറ്റ കണ്ടെത്തന്നെയാണ്. സൂപ്പർ. സോ സദ്യയൊക്കെ അടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ കാണാമെന്നും പറഞ്ഞിട്ട് എൻ്റെ ഏട്ടനെ കൊണ്ടുവന്നത് ആണിത്. റിവർഡെയിൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഡൗൺ ടൗണൊക്കെ നമുക്ക് അവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റും എന്നൊക്കെ. ഞാൻ ഇതുവരെ പോയിട്ടില്ല, കാണാൻ പറ്റും, സൺസെറ്റ് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു നമുക്ക് കുനാഫ കൂടി കഴിക്കാം. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കുനാഫ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതറിയത്തുമില്ല എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പം പിന്നെ ഓക്കെ, നമുക്ക് അതൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് ഈ സൺസെറ്റ് വ്യൂ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഈ കുനാഫയുടെ ലോറൻസ് അവന്യൂയിലുള്ള അവിടെ പോയിട്ട് ഏതാ ഓർഡർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അർജു ആക്ച്വലി ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള ആ ഒരു മെത്തേഡിലല്ല ഇവിടെ എന്ന് വെച്ചാൽ എനിക്കൊന്നും കുറച്ചും കൂടി ഡിഫറെൻറ്റ് മെത്തേഡിലാണ് അവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ടർക്കിഷ് എന്ന് പറഞ്ഞിട്ടും ഇത് ക്രിസ്പി ആയിട്ടുള്ളതും സോഫ്റ്റ് കുനാഫ, അതിൻ്റെ അതിൽ ചീസൊക്കെയാണ് വരുന്നത് എന്നൊക്കെയാണ് ആ പെണ്ണ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അത് വെച്ചിട്ട് പിന്നെ അവിടെ കാണുന്നതിലൊരു 4 വെറൈറ്റീസ് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അത് 4 മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. അതിൻ്റെ ഇടയിൽ ടിമ്മിലൊന്ന് കയറി ടിമ്മിന്ന് ഒരു കോഫിയും ഐസ് ടേപ്പൊക്കെ മേടിക്കുകയും കൂടി ചെയ്തു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ റിവർഡെയിൽ പാർക്കിലെത്തി. അവിടെ ഒരു തുണിയൊക്കെ വിരിച്ച് അങ്ങടെ ഇതിൽ പുല്ലിലങ്ങ് ഇരുന്നു. അപ്പോൾ ടിമ്പൊന്ന് മേടിച്ച ഐസ് ഡാപ്പൊക്കെ ഉണ്ട് കയ്യിൽ. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു നേരെ ഓപ്പോസിറ്റ്. ശരിക്കും നമ്മൾ കുറേയൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ ഉള്ള വ്യൂ ഒരിക്കലും ക്യാമറയിൽ പകർത്തിയാൽ വരില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇവിടെ ഇപ്പം കാനഡയിൽ സൺസെറ്റിൻ്റെ ടൈമൊക്കെ മാറി 8:15 രാത്രി 8:15 സൺസെറ്റ്. അപ്പം ഇപ്പോൾ എനിക്കൊന്ന് 7 മണിയായത്. 7 മണിയായിട്ടൊരു വൈകുന്നേരത്തെ 4 മണി 5 മണിയുടെ ഫീലിലാണ് വെളിച്ചം കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇന്നത്തെ വെതർ കണ്ടീഷൻ നോക്കിയപ്പം റെയിൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ രാവിലെ മുതലൊന്നും മഴയുണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു എന്നല്ലാതെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു പ്രതീക്ഷ ചെറുതായിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും കാണാം. പക്ഷേ ആകാശത്ത് ഫുള്ളായിട്ട് ഈ ഭയങ്കരമായിട്ട് കാർമേഘം മൂടി കിടക്കുന്നതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ടുള്ളൊരു അങ്ങ് ദൂരെ സൂര്യൻ ഉണ്ട് എന്നല്ലാതെ ആ പ്രോപ്പർ സൺസെറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അത്രയും കാർമേഘം മൂടിയുണ്ട്. മറ്റേ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതായിരുന്നല്ലോ എന്നൊക്കെയായിരുന്നു ഞാൻ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായേ അതിൻ്റെ ഇടയിൽ. കാരണം നമ്മൾ വിചാരിച്ച വ്യൂ കാണാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നായിരുന്നു. അപ്പോൾ ഒരു 8 മണിക്ക് ശേഷം, കാരണം ഈ ബിൽഡിങ്സ് ഒക്കെ ലൈറ്റ് വന്നിട്ടാകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു 8 മണിക്ക് ശേഷം ഏകദേശം ഇതുപോലെ സ്ട്രീറ്റും താഴെ അതിൻ്റെ അവിടുത്തെ റോഡിൽ ഹൈവേ ആണ് പോകുന്നത്. അപ്പം ആ സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളും ആ ബിൽഡിങ് കംപ്ലീറ്റും പിന്നെ ഈ നേരിട്ട് കാണുന്ന അവിടെ CN ടവറാണ്. CN ടവറിൻ്റെ ലൈറ്റിങ്ങൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. നമ്മൾ നേരിട്ട് കാണുമ്പം ഇതിനേക്കാൾ ഭംഗി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് ഇച്ചിരി ഒരു തണുപ്പുണ്ടായിരുന്നു. സ്പ്രിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇച്ചിരി കൂടി ഒരു രാത്രി ആകുമ്പോഴുള്ള ഒരു തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും കുറേ പേരൊക്കെ ഇങ്ങനെ പാർക്കിൽ ഇവിടെ ഇങ്ങനെ കുറേ പേര് വന്നിരിക്കും. അപ്പോൾ അവരൊക്കെ കുറേ പേരൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങളും പതിയെ എന്നാൽ പിന്നെ
പോകാം എന്നുള്ള ഈ രീതിയിലേക്ക് ആയായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് ആ ഡൗൺ ടൗൺ വഴി ഇത് കാണാൻ ഭയങ്കര രസം. ഇങ്ങനെ ഈ ഡൗൺ ടൗൺ കംപ്ലീറ്റ്ലി ചുറ്റും റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഇത്രയും വലിയ പടുകൂറ്റൻ ബിൽഡിങ്സ് ആയിട്ടേ അതിൻ്റെ നടുക്ക് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലൈറ്റ്സൊക്കെ ആയിട്ട് എന്തോ ഒരു പ്രത്യേകതര ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട്. അത് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ഈ ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് പോകുന്നതും ഈ ഇങ്ങനത്തെ ഒരു ഡൗൺ ടൗൺ ഏരിയയിലൊക്കെ ഈ നൈറ്റ് പോകാൻ വേണ്ടി ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലോട്ടേക്കായി ഈ ഒരു പോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ, ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.